نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون اتقوا الله عباد الله സ്നേഹാദരനായ സത്യവിശ്വാസികളെ സ്രഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടും അതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നൊരു പദമാണ് ബറക്കത്ത് എന്നുള്ളത്. ബറക്കത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ബറക്കത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലഅനത്ത്. ബറക്കത്തിൻ്റെ വിപരീത പദമാണ് ലഅനത്ത് എന്ന് അറബിയിൽ പറയാം. അള്ളാഹുവിൻ്റെ ലഅനത്ത് കിട്ടുന്ന പല കാര്യങ്ങളുണ്ട്. ബറക്കത്ത് എന്നതിന് അറബിയിൽ പറയാറുള്ളത് ഹിയ സുബൂത്തുൽ ഖൈറിൽ ഇലാഹി ഫീ ഷൈഇന. ഇമാം റാഗിബ് അദ്ദേഹത്തിൻ്റെ മുഫ്രദാത്തു അൽഫാദിൽ ഖുർആൻ എന്ന് പറയുന്ന ഖുർആൻ ഡിക്ഷണറിയിൽ അതിന് കൊടുത്ത അർത്ഥം ഇതാണ്: അള്ളാഹുവിൻ്റെ ബറക്കത്ത് ഏതൊരു കാര്യത്തിലും ഉണ്ടായിരുന്നാലും ആ കാര്യത്തിൽ അത് വർധനവുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബറക്കത്ത് ഏതൊരു കാര്യത്തിലുണ്ടായാലും എന്ത് കാര്യത്തിലും നമുക്ക് പ്രയോജനം ലഭിക്കുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ ബറക്കത്ത് ഉണ്ടായാലും നമുക്ക് കാണാൻ സാധിക്കും. ബറക്കത്ത് എന്നതിനെ സംബന്ധിച്ച് ഉലമാക്കൾ പറഞ്ഞത് അസിയാദത്ത്, അതിൻ്റെ അർത്ഥം സിയാദത്ത് എന്നാണ്, വർധനവ്. വന്നമാ വളർച്ച, വസആദത്ത് സൗഭാഗ്യം, വൽകസ്റതു ഫീ കുല്ലി ഖൈറിൻ എല്ലാ നന്മകളിലുമുള്ള ആധിക്യം, അതിനാണ് ബറക്കത്ത് എന്ന് പറയുക. അപ്പോൾ നമ്മളെല്ലാവർക്കും ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. ആരെ കണ്ടാലും ബാറക്കല്ലാഹ്, നമുക്ക് വേണ്ടി ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ ബാറക്കല്ലാഹ് പറയണം എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളോടൊക്കെ ബാറക്കല്ലാഹ് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും.
മുബാറക്ക്, ബാറക്കല്ലാഹു, ബാറക്കല്ലാഹു ലക, ബാറക്കല്ലാഹു അലൈക, ബാറക്കല്ലാഹു ഫീക. ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ്. അറബി ഭാഷയിൽ കുളത്തിന് പറയാൻ ബിർക്കത്ത് എന്നാണ്. ആൾക്കാർ ബർക്കത്ത് എന്ന് പറയാൻ തെറ്റാണ്. റായിന് ഫതഹ, റായിന് ഫതഹ ചെയ്തിട്ട് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം കിട്ടുള്ളൂ. ബിർക്കത്ത് എന്ന് പറഞ്ഞാൽ കുളം എന്നാണ് അർത്ഥം. അറബി ഭാഷയിൽ കുളത്തിന്, കിണറിന് ഒക്കെ പറയാം ബിർക്കത്ത് എന്നാണ്. സുബൂത്തുൽ മായി ഫീഹി, അതിൽ വെള്ളം എപ്പോഴും കിണറ്റിലുണ്ടായത് കൊണ്ടാണ് കിണറിന് അല്ലെങ്കിൽ ജലാശയത്തിന്, കുളത്തിന് ബിർക്കത്ത് എന്ന് അറബിയിൽ പറയുന്നത് എന്നാണ്. നമ്മുടെ ഖുത്ബയിൽ സൂചിപ്പിക്കുന്ന വിഷയം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ ചെന്നാലും നല്ല സ്ഥലത്തൊക്കെ നല്ല ആളുകളോടൊക്കെ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. വിവാഹ സദസ്സിന് പോയാൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും, ബാറക്കല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ. വിവാഹ സ്ഥലത്ത് പോയാൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ അസ്റ സുഫ്ര, ഒരു മഞ്ഞ കളർ കണ്ടു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദാ, ഇതെന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇന്നി തസവ്വജ്തു ഇംറഅതൻ, ഞാനൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരിക്കുന്നു. അലാ വസ്നി നുവാത്തിൻ മിൻ ദഹബ്, ഒരു ഈത്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ അത്ര സ്വർണം കൊടുത്ത്, അതിൻ്റെ തൂക്കത്തിൻ്റെ സ്വർണം കൊടുത്ത് ഞാൻ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തിരിക്കുന്നു. ഉടൻ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താ അറിയോ? ബാറക്കല്ലാഹു ലക, അല്ലാഹു തആല നിനക്ക് ബറക്കത്ത് നൽകട്ടെ. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, ഔലിൻ വലൗ ബിശാത്തിൻ, നീ ഒരു ആടിനെ അറുത്തിട്ടെങ്കിലും ആളുകൾക്ക് വലീമത്ത് കൊടുക്കണം എന്നാണ്. നമുക്ക് എന്ത് മനസ്സിലാക്കി? ആരെ കണ്ടാലും, നമ്മുടെ സഹോദരനെ കണ്ടാൽ അവനോട് അസൂയയല്ല നമുക്ക് വേണ്ടത്, മറിച്ച് ബാറക്കല്ലാ, അള്ളാഹുവിൻ്റെ ബറക്കത്ത് നിനക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ആരെങ്കിലും ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ ഭക്ഷണം തന്നാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് ധാരാളം അറിയാം. അതിൽപ്പെട്ടൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി, എനിക്ക് ഭക്ഷണം തന്നാൾക്ക് നീ ഭക്ഷണം കൊടുക്കണമേ. വസ്ഖി മിൻ അസ്ഖാനി, എനിക്ക് കുടിക്കാൻ തന്നാൾക്ക് നീ കുടിപ്പിക്കണമേ. ഇത് നമുക്കറിയാം. അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുള്ള മറ്റൊരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും പറഞ്ഞെന്താണ്? ബാറക്കല്ലാ എന്നാണ്. അതുപോലെ തന്നെ പഴം കൊണ്ടുവന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിനാ വഫീ സിമാരിനാ വഫീ മുദ്ദിനാ വഫീ സ്വാഇനാ ബറകതൻ മഅ ബറക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ അധിക സമയവും ആളുകൾക്ക് വേണ്ടി ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ അഭിവൃദ്ധി അല്ലെങ്കിൽ പുരോഗതി, ഇതിനാണ് ബറക്കത്ത് എന്ന് പറയുക. നമ്മൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിർബന്ധ നമസ്കാരങ്ങളിൽ, ഇബ്രാഹിമിയ സ്വലാത്തിൽ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ബറക്കത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. തീർന്നില്ല, ആരെങ്കിലും നമുക്ക് കടം നൽകി, ആ കടം നൽകിയ ആൾക്കുള്ള പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നു, ബാറക്കല്ലാഹു ലക ഫീ അഹ്ലിക വമാലിക, അല്ലാഹു തആല നിന്റെ കുടുംബത്തിനും നിന്റെ ധനത്തിനും ബറക്കത്ത് നൽകട്ടെ. ഇന്നമൽ ജസാഉ സലഫി വൽ ഹംദ് വൽ അദാ, ഇന്നമൽ ജസാഉ സലഫ് അൽ ഹംദ് വൽ അദാ, കടത്തിന്റെ പ്രതിഫലം സ്തുതിയും കടം വീട്ടലുമാണ്. കടം നൽകിയ ആൾക്ക് വരെ ബാറക്കല്ലാ എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ബറക്കത്ത് വേണം. ആ ബറക്കത്ത് ജീവിതത്തിലുണ്ടായാൽ നമുക്ക് സമയം കിട്ടും. ചില ആളുകൾക്ക് സമയത്തിന് ബറക്കത്ത് ഉണ്ടാവില്ല,
80 വർഷക്കാലം ജീവിച്ച് ഒന്നും ചെയ്യാതെ പോകുന്ന ആൾക്കാരുണ്ട്. 50 വയസ്സ് വരെ ജീവിച്ച് ധാരാളം കാര്യങ്ങൾ ചെയ്ത ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ സമയത്തിന് ബറക്കത്ത് വേണം. നമുക്ക് സമയമുണ്ടാവും. ബറക്കത്തുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിൽ സമയമുണ്ടാവും, ഉന്മേഷമുണ്ടാകും, ആരോഗ്യം കിട്ടും, അഭിവൃദ്ധി ഉണ്ടാകും, പുരോഗതി ഉണ്ടാകും. പക്ഷേ ഈ ബറക്കത്ത് എവിടെ നിന്നാണ് കിട്ടുക? ഈ ബറക്കത്ത് എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക? ബറക്കത്ത് ലഭിക്കുക അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. ഇന്ന് പല ആളുകളും പലതും കൊണ്ടും ബറക്കത്തെടുക്കും. കല്ല്, ഉറുപ്പിക, ചില നാണയത്തുട്ടുകൾ, മരം, കൊടി, മുടി, വെള്ളം, ചെരുപ്പ്, കയറ്, ആക്രി സാധനങ്ങളൊക്കെ, ഉജിലിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇന്ന് പല ആളുകളും ബറക്കത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ബറക്കത്ത് ലഭിക്കുക അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. ജാറങ്ങളെ ആശ്രയിക്കുന്ന ആളുകളുണ്ട്, ദർഗകളെ ആശ്രയിക്കുന്ന ആളുകളുണ്ട്. മഹാന്മാരുടെ അടുക്കലേക്കും ഔലിയാക്കളെന്നും പറഞ്ഞും ചില പക്ഷികളും ചില മൃഗങ്ങളും ചില തങ്ങന്മാരെയും ചില മഖ്ബറുകളെയും പല ആളുകളും ബറക്കത്തിന്റെ ഉറവിടമായി കാണാറുണ്ട്. അവിടുന്നൊന്നുമല്ല നമുക്ക് ബറക്കത്ത് കിട്ടുക, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നാ ബറക്കത്ത് കിട്ടുക. തബാറക്കല്ലദീ ജഅല ഫിസ് സമാഇ ബുറൂജ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറ. അല്ലാഹു തആല ഖുർആനിൽ പറയാണ് ബറക്കത്ത് കിട്ടുക അല്ലാഹുവിന്റെ അടുക്കൽ നിന്നാണ്. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ബറക്കത്തിന്റെ ഉറവിടം അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. ഈ ബറക്കത്ത് അല്ലാഹു തആല ഈ ഭൂമിയിൽ ധാരാളം നൽകി. ഖുൽ അഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർള ഫീ യൗമൈൻ. 2 നാളുകൾ കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തെ നിങ്ങൾ നിഷേധിക്കുകയാണോ? വതജഅലൂന ലഹു അൻദാദ. നിങ്ങൾ ആ അല്ലാഹുവിനെ സമന്മാരെ വെക്കുകയാണോ? ദാലിക റബ്ബുൽ ആലമീൻ. അവനാകുന്നു ലോകരക്ഷിതാവ്. വജഅല. അവനെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു ഫീഹാ. ഈ ഭൂമിയിൽ അവൻ ഉണ്ടാക്കിയിരിക്കുന്നു റവാസിയ. ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നു. മിൻ ഫൗഖിഹാ. ഭൂമിയുടെ മുകൾ പരപ്പിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ അവൻ ഉണ്ടാക്കിയിരിക്കുന്നു. വബാറക ഫീഹാ. അളവറ്റ ബറക്കത്ത് അവൻ ഇവിടെ നൽകിയിരിക്കുന്നു. വഖദ്ദറ ഫീഹാ. അവൻ ക്രമപ്പെടുത്തി, അവൻ നിർണയിച്ചു. അഖ്വാതഹാ ഫീ 4 അയ്യാമിൻ. ആഹാരം അവൻ ക്രമപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ 4 നാളുകളിലായി കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. സവാഅൽ ലിസ്സാഫിലീൻ സായിലീൻ സവാഅൽ ലിസ്സായിലീൻ. ആവശ്യക്കാർക്കെല്ലാം ശരിയായ അനുപാതത്തിലാണ് അവൻ അഖ്വാത്ത് ആഹാരം ഒരുക്കിയിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുസ്സിലത്തിലെ 8 മുതൽ 10 വരെയുള്ള ആയത്തുകളിലൂടെ പറയുകയാണ്. അപ്പോൾ ബറക്കത്ത് നേടി നമ്മൾ പോകേണ്ടത് അള്ളാഹിൻ്റെ അടുത്തേക്കാണ്, അതല്ലാതെ വേറെ എടുക്കുമല്ല പോകേണ്ടത്. അള്ളാഹുവിൽ നിന്ന് ബറക്കത്ത് കിട്ടുള്ളൂ. അള്ളാഹ് നമ്മുടെ സമയത്തിന് ബറക്കത്ത് തന്നെയാണ് ബറക്കത്ത് ഉണ്ടാവുള്ളൂ. നമുക്ക് ധനം കൂടാൻ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കൊണ്ട് അഭിവൃദ്ധിപ്പെടാൻ എല്ലാത്തിനും നമുക്കുള്ള ആശ്രയം അല്ലാഹു തആലയാണ്. ആർക്കതൊക്കെ കിട്ടുക ബറക്കത്ത്? അള്ളാഹ് പറയാണ് സൂറത്തുൽ അഅറാഫിലെ 96-ാമത്തെ ആയത്ത്, വലൗ അന്ന അഹ്ലൽ ഖുറ. ആ നാട്ടുകാരായിരുന്നെങ്കിൽ, ആമനു അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ, വത്തഖൗ അവർ തഖ്വ കാണിച്ചിരുന്നെങ്കിൽ, ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. അവർക്ക് ഭൂമിയിൽ നിന്നും മണ്ണിൽ നിന്നും വിണ്ണിൽ നിന്നും അളവറ്റ അനുഗ്രഹം അവർക്ക് ലഭിക്കുമായിരുന്നു. ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് അനുഗ്രഹം കിട്ടും, ബറക്കത്ത് കിട്ടും. എന്താണ് അവർ ചെയ്യേണ്ട കാര്യം? ഒന്ന്, വിശ്വസിക്കുകയും രണ്ടാമത്തേത് മുത്തഖീങ്ങളാവുകയും ചെയ്യുക എന്നതാണ്. വലാകിൻ കദ്ദബു. പക്ഷെ അവർ നന്ദികേട് കാണിച്ചു, അവർ വ്യാജമാക്കി, അവർ ധിക്കരിച്ചതിന്റെ ഫലമായിക്കൊണ്ട്, അവർ നിഷേധിച്ചതിന്റെ ഫലമായിക്കൊണ്ട് ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. അതുകൊണ്ട് നാം അവരെ പിടികൂടിയതാണ്. അപ്പോൾ ഈ ആയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശ്വസിക്കുകയും മുത്തഖിയാവുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ബറക്കത്ത് കിട്ടും. നേരെ തിരിച്ചു ചെയ്താലോ, വിപരീതം ചെയ്താലോ, ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ,
അവർ നന്ദികേട് കാണിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട്, അവർ നിഷേധിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട് നാം അവരെ പിടികൂടിയെന്നാണ്. അപ്പോൾ ഖുർആൻ എടുത്ത് നോക്കിയാൽ ധാരാളം കാണാം ഇങ്ങനെയുള്ള ആൾക്കാരെ. ഖുർആൻ്റെ ഒരു അധ്യായത്തിൻ്റെ പേര് സബഅ എന്നാണ്. ആ സബഅ നിവാസികളെ പരീക്ഷിച്ചത് അല്ലാഹു തആല പറയുന്നുണ്ട്. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ. സബഅ നിവാസികൾക്ക് അവരുടെ താമസ സ്ഥലത്ത് തന്നെ ദൃഷ്ടാന്തമുണ്ടായിരുന്നു. ജന്നതാനി അൻ യമീനിൻ വശിമാൽ. അവരുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും 2 തോട്ടങ്ങൾ അല്ലാഹു തആല നൽകി. സബഅ നിവാസികൾക്ക് അല്ലാഹു തആല അവരുടെ വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും 2 തോട്ടം നൽകി. എന്നിട്ട് അല്ലാഹു അവരോട് പറഞ്ഞ കാര്യം എന്താ അറിയോ? കുലു, നിങ്ങൾ തിന്നുകൊള്ളുക, മിറിസ്ഖി റബ്ബിക്കും, നിങ്ങൾ റബ്ബിന്റെ റിസ്ക് നിങ്ങൾ സുഭിക്ഷമായി തിന്നുകൊള്ളൂ. വഷ്കുറു ലഹു, നിങ്ങൾ അവന് നന്ദി കാണിക്കണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ബൽദത്തുൻ ത്വയ്യിബ, എത്ര നല്ല നാടാണത്. വറബ്ബുൻ ഗഫൂർ, നന്നായി പൊറുക്കുന്ന നാഥനുമുണ്ട് അവർക്ക്, നല്ല സുഖം. 2 ഭാഗത്തും തോട്ടം. അല്ലാഹു എന്താ പറഞ്ഞു? നിങ്ങൾ ഇഷ്ടംപോലെ തിന്നോളൂ, നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾ ഭക്ഷിച്ചോളൂ, പക്ഷേ നിങ്ങൾ അല്ലാഹുവിന് നന്ദി കാണിക്കണം. പക്ഷെ നാട്ടുകാർ ചെയ്ത കാര്യം എന്താ? സബഅ നിവാസികൾ ചെയ്തെന്താ? ഫഅഗ്റദു, അവർ പിന്തിരിഞ്ഞു കളഞ്ഞു. ഫഅർസൽനാ അലൈഹിം സൈലൽ ഗരിമി വബദ്ദൽനാഹും ബിജന്നതൈഹിം ജന്നതൈൻ. അവർക്ക് അല്ലാഹു തആല അവരുടെ നേരെ നാം അണക്കെട്ടിൽ നിന്ന്, അല്ലാഹു പറയാം, നാം അണക്കെട്ടിൽ നിന്നുമുള്ള അണമുറയാത്ത ജലപ്രവാഹം അവരിലേക്ക് നൽകി. എന്നിട്ട് എന്ത് ചെയ്താ? തോട്ടത്തൊക്കെ അല്ലാഹു നശിപ്പിച്ചു. പക്ഷെ അല്ലാഹു അവർക്ക് വേറെ 2 തോട്ടം നൽകി. എങ്ങനെയുള്ള തോട്ട? ഈ തോട്ടത്തിന് പകരം വേറെ 2 തോട്ടം നൽകി. ആ തോട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? ദവാതൈ ഉകുലു ഖംതിൻ, അതിൽ നല്ല കയ്പുള്ള കായ്ക്കനികളാണ്. കയ്പുള്ള കായ്ക്കനികളാണ് അതിലുള്ളത്. ആദ്യം കൊടുത്തതിലുള്ളത് നല്ല ആഹാരം കഴിക്കാൻ പറ്റുന്ന കായ്ക്കനികളാണ്. പക്ഷെ അവർക്ക് ശിക്ഷയായിട്ട് അല്ലാഹു തആല നൽകിയത് ഏതാണ്? കയ്പുള്ള കായ്ക്കനികൾ. തീർന്നില്ല. വഅസ്ലിൻ, കാറ്റാടിമരം. വശൈഇൻ മിൻ സിദ്രിൻ ഖലീൽ, അല്പം ഇലന്ത മരങ്ങളും വാഗമരങ്ങളും നൽകിയ ആൾക്കാർക്ക് ഉപകാരമില്ലാത്ത, തിന്നാൻ പറ്റാത്തതാണ് അല്ലാഹു കൊടുത്തത്. ശിക്ഷയായിട്ട് കൊടുത്തതാണ്. അപ്പം അല്ലാഹുവിനോട് ധിക്കാരം കാണിച്ചാൽ നമുക്ക് കിട്ടിയ ബറക്കത്തൊക്കെ ജീവിതത്തിൽ നിന്ന് പോകും. നമുക്കിപ്പോൾ നല്ല സുഖമാണ്, സാമ്പത്തികമായിട്ട് ഭദ്രത ഉണ്ട്, എല്ലാ സംവിധാനങ്ങളുണ്ട്. എന്നിട്ട് നമ്മൾ അല്ലാഹുവിനോട് നന്ദി കേട് കാണിച്ചാൽ സബഅ നിവാസികൾക്കുണ്ടായ കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു ദാലിക ജസൈനാഹും ബിമാ കഫറു വഹൽ നുജാസി ഇല്ലൽ കഫൂർ. അവർ നന്ദി കേട് കാണിച്ചതിന് നാം അവർക്ക് നൽകിയ പ്രതിഫലം ഇതാണ്. നന്ദി കെട്ടവർക്കല്ലാതെ നാം ഇത്തരം പ്രതിഫലം നൽകുമോ? ഇത് അല്ലാഹുവിൻ്റെ ചോദ്യമാണ്. അപ്പം അതുകൊണ്ട് ഈ ജീവിതത്തിൽ നമുക്ക് ബറക്കത്ത് കിട്ടണമെങ്കിൽ ഈമാനും തഖ്വയും ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാഹുവിനോട് നന്ദി കേട് കാണിക്കുന്ന പ്രവർത്തനം ഉണ്ടാവാൻ പാടില്ല. ഈ ഭൂമിയിൽ ജീവിക്കേണ്ട മാതൃക കാണിച്ചു തരുന്ന, നമ്മുടെ സ്വഭാവം നാം ക്രമീകരിക്കേണ്ട, നമ്മുടെ ജീവിത രീതിയെ നാം ക്രമീകരിക്കേണ്ടത് വേദഗ്രന്ഥങ്ങൾ കൊണ്ടാണ്, ഖുർആൻ കൊണ്ടാണ്. ഖുർആൻ തന്നെ ബറക്കത്തുള്ളതാണ്. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. അപ്പോൾ ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാവും. ഒന്ന് വിശ്വാസമാണ്, രണ്ടാമത് തഖ്വയാണ്, മൂന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. തീർന്നില്ല. ഇത് ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. പിന്നെ ബറക്കത്ത് കിട്ടാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ ധാരാളം നാം വർദ്ധിപ്പിക്കണം. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിൽ സമാഅ അലൈക്കും ഇദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. അല്ലാഹു തആല പറയാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ. പൈസ വേണോ? ഇസ്തിഗ്ഫാർ. മക്കള് വേണോ? ഇസ്തിഗ്ഫാർ. അല്ലാഹു തആല പറഞ്ഞതാണ് വയുംദിദുക്കും ബിഅംവാലിൻ, ധനം കിട്ടും, വബനീൻ, മക്കളെ കിട്ടും, വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ,
പുഴകളും തോട്ടങ്ങളും ഉൾപ്പെടുത്തി കൊടുക്കുന്ന, ഇത് ഈ പറഞ്ഞ കാര്യം പറയുന്നതാ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമ്മുടെ ഭാവിയും ഭൂതവും വർത്തമാനം അറിയുന്ന അല്ലാഹു തആല പറയുന്ന കാര്യമാണ്. പിന്നെ ധാരാളം നമ്മൾ അള്ളാഹിനോട് ബറക്കത്തിന് വേണ്ടി തേടണം. അള്ളാഹുവിനോട് ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ നാം പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ധാരാളം സംഭവങ്ങൾ കാണാം. ഒരു ഉദാഹരണം പറയാം. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവും ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. അവരെ കുട്ടി മരിച്ചു. അവരെ കുട്ടി മരിച്ചപ്പോൾ ഭാര്യ മിണ്ടിയില്ല. രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ആരെങ്കിലും ഒരു സാധനം നമ്മളെടുത്ത് എടുത്തു വെക്കാൻ പറഞ്ഞാൽ എന്നിട്ട് പിന്നെ അയാൾ തിരിച്ചു ചോദിച്ചാൽ നമ്മൾ കൊടുക്കണ്ടേ? അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ പറഞ്ഞു, നമ്മുടെ കുട്ടീനെ അള്ളാഹ് നൽകിയതായിരുന്നു, കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കേട്ടപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് വിഷമമായി. ഇത്രയും നേരം എൻ്റെ ഭാര്യ എന്നോട് മിണ്ടിയില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്ന് പരാതി പറഞ്ഞു. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താ അറിയോ? ബാറക്കല്ലാഹു ലക്കുമാ ഫീ ഗാബിരി ലൈലത്തിക്കുമാ, ഇന്ന് രാത്രി അല്ലാഹു തആല നിങ്ങൾക്ക് രണ്ടാൾക്കും ബറക്കത്ത് നൽകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന മുഖേന ഫഹമലത് വഅൻജബത് ബഅദ ദാലിക അശറത ഔലാദ് കുല്ലുഹും യഖറഊനൽ ഖുർആൻ. സ്വഹീഹ് മുസ്ലിമിൽ 2144 ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിക്കൊണ്ട് അവർ ഗർഭിണിയായി. അതിനുശേഷം അവർക്ക് 10 കുട്ടികളുണ്ടായി. ആ 10 കുട്ടികളും ഖുർആൻ അറിയുന്ന ആളുകളായിരുന്നു എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ ധാരാളം അള്ളാഹുവിനോട് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നൊരു കാര്യമാണ് ഹലാലായ സമ്പാദ്യം. ഹലാലായ സമ്പാദ്യത്തിനെ ബറക്കത്തുണ്ടാവുള്ളൂ. ആൾക്കാരെ പറ്റിച്ചതും വഞ്ചിച്ചതും ആശുപത്രി കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ എത്ര നമുക്ക് ഉപകാരത്തിന് പെടുകയില്ല. എത്ര ആൾക്കാരുണ്ടല്ലേ പലിശ വാങ്ങി, കൈക്കൂലി വാങ്ങി, ചതിച്ച് വഞ്ചന കാണിച്ചൊക്കെയുള്ള സമ്പാദ്യം നമുക്ക് ഉപകാരപ്പെടില്ല. അവസാന നാളിൽ പല അസുഖങ്ങളും വന്ന് എത്ര ആളുകളുണ്ട് അങ്ങനെ അനർഹമായ സമ്പാദ്യം ഉണ്ടായിട്ട് പല അസുഖങ്ങൾക്കും വേണ്ടിയും അല്ലെങ്കിൽ പല പരീക്ഷണങ്ങൾക്കും ഉണ്ടാവും. അതുകൊണ്ട് ഈ ചുരുങ്ങിയ ജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. പിന്നൊരു കാര്യമാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. കുടുംബബന്ധം ചേർത്താൽ ആയുസ് നീളും, ഉപജീവനത്തിൽ വിശാലത ലഭിക്കും, ചീത്ത മരണത്തെ തടുക്കുന്ന, ഇതൊക്കെ ബറക്കത്ത് ഉണ്ടാവാനുള്ളൊരു സംഗതിയാണ്. അതുപോലെ തന്നെ സമയം നല്ല കാര്യത്തിന് ഉപയോഗപ്പെടുത്തുക. ഒരു മനുഷ്യൻ്റെ മൂലധനമാണ് 24 മണിക്കൂർ. സമയം എന്നുള്ളത് പൈസ കൊടുത്താൽ കിട്ടൂല. നമ്മുടെ അടുത്ത് നിന്ന് ഒരു 10 രൂപ നഷ്ടപ്പെട്ടാൽ നമുക്ക് നാളെ അത് അധ്വാനിച്ചുണ്ടാക്കാം. പക്ഷേ ഒരു സമയമുണ്ടല്ലോ, ഒരു മണിക്കൂർ, നമുക്കുള്ളൊരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു സെക്കൻഡ്, അത് പിന്നെ കിട്ടുകയില്ല. അതുകൊണ്ട് സമയത്തെ നമ്മൾ നല്ല കാര്യത്തിന് ഉപയോഗപ്പെടുത്തണം. ചില ആൾക്കാർ മൊബൈലിന്മേൽ ഗെയിം കളിച്ചിരിക്കും. അതൊരു പണ്ഡിതൻ പറഞ്ഞത്, സമയം എന്നത് വിൽക്കാനും വാങ്ങാനും പറ്റുന്ന വസ്തുവായിരുന്നെങ്കിൽ കളിതമാശകളിൽ മുഴുകിയിരിക്കുന്ന ആളുകളുടെ സമയം ഞാൻ പണം കൊടുത്തു വാങ്ങുമായിരുന്നു എന്നാണ്. അപ്പോൾ സമയത്തിന് വില ഉണ്ട്. ആ സമയത്തിൽ ഏറ്റവും ബറക്കത്തുള്ള സമയം ഏതാറിയോ? രാവിലെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ, എൻ്റെ സമുദായത്തിൽ ആളുകൾ പ്രഭാതത്തിൽ ചെയ്യുന്ന കാര്യത്തിനൊക്കെ നീ ബറക്കത്ത് നൽകണമേ. ഇപ്പം രാവിലെ ചെയ്യേണ്ട നല്ല കാര്യത്തിനൊക്കെ നമ്മൾ ചിലവഴിക്കുക. അബൂദാവൂദിൽ നമുക്ക് കാണാം, വകാന ഇദാ ബഅസ സിരിയ ഔ ജൈഷൻ ബഅസഹും മിൻ അവ്വലി നഹാർ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തൊക്കെ പറഞ്ഞേക്കുക രാവിലെ എഴുന്നാണ്. എന്ത് കാര്യം രാവിലെ പോയാൽ നല്ലതാണ്. രാവിലെ ചെയ്യാന്നുള്ളതെല്ലാം ബറക്കത്തുള്ള കാര്യമാണ്. അതിന് ഓഫീസിൽ പോവുകയാണെങ്കിൽ അങ്ങനെയാണ്. ഉച്ച കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ അവിടെ ഉദ്യോഗസ്ഥന്മാരൊന്നും ഉണ്ടാവില്ല. ഏത് കാര്യത്തിനും നല്ല എന്താ, രാവിലേക്ക് ബറക്കത്തുണ്ട്. ആ സമയത്ത് കിടന്നുറങ്ങേണ്ട സമയമല്ല, അത് ബറക്കത്തുള്ള സമയമാണ്. അങ്ങനെ സൊഹ്ർ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം റജുലൻ താജിറൻ, ഒരു താജിർ കച്ചവടക്കാരനാണ്. വകാന യബഅസു തിജാറതഹു മിൻ അവ്വലി നഹാർ ഫഅസ്റ വഖസുറ മാലുഹു. അദ്ദേഹത്തിന് കച്ചവടത്തിൽ ധാരാളം വർധനവുണ്ടായി എന്നാണ്. അപ്പം രാവിലെ എന്നത് ബറക്കത്താക്കപ്പെട്ട കാര്യമാണ്. അത്താഴത്തിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക. പിന്നൊരു കാര്യം ശ്രദ്ധിക്കണം,
ബറക്കത്തെടുത്ത് ഷിർക്കിലെത്തുന്ന പല ആൾക്കാരുണ്ട്. വീട്ടിൽ ഫോട്ടോ തൂക്കും, മക്കൻ്റെ, മദീനയുടെ, താജ്മഹലിൻ്റെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയത്തുകൾ. ഇതൊന്നും എഴുതിയേക്കാനുള്ളതല്ല, കാറ് കയറുമ്പോഴെ പ്രാർത്ഥന ചൊല്ലാനുള്ളതാണ്, അതിൽ കെട്ടിത്തൂക്കാനുള്ളതല്ല. കെട്ടിത്തൂക്കിയതുകൊണ്ടൊന്നും അതിനൊന്നും ബറക്കത്തില്ല. അങ്ങനെ കെട്ടിത്തൂക്കേണ്ടതല്ല, നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. വാഹനത്തിൽ ചില ആൾക്കാർ കയറ് കിട്ടും, ചില ശീലകളൊക്കെ ഉണ്ട്, ഇതൊക്കെ ബറക്കത്ത് കിട്ടുന്നതാണ്. അതൊക്കെ ശിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ്. കുട്ടികളുടെ കഴുത്തിൽ, കയ്യിൽ ഏലസ്, അതുപോലെ തന്നെ തങ്ങന്മാർ ഊതിയ വെള്ളം, ചരട്, ഇതൊക്കെ ബറക്കത്തുണ്ട് എന്നാണ്. അല്ലെങ്കിൽ അത് കെട്ടിയിട്ടുണ്ടെങ്കിൽ പാമ്പ് കടിക്കൂല, അല്ലെങ്കിൽ വേറെ വിഷം ഉണ്ടാക്കി ഏൽക്കൂല. ഇങ്ങനെയൊക്കെയുള്ള ശിർക്ക്പരമായ കാര്യങ്ങളിലേക്ക് മൻ തഅല്ലക തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും മൈക്കല്ല് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു എന്നാണ്. അപ്പം അതുകൊണ്ട് നാം സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതൊന്നും ബറക്കത്ത് കിട്ടുന്ന കാര്യമല്ല. അപ്പോൾ ഖൈബർ യുദ്ധത്തിൻ്റെ സമയത്ത് മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്തു? അത് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു മരമുണ്ട്, ആ മരത്തിൻ്റെ അടുത്ത് പോയിട്ട്, ആ മരത്തിൻ്റെ പേര് പറയുന്നത് ദാത്തു അൻവാത്ത് എന്നാണ്. ആ ദാത്തു അൻവാത്തിൽ യുഅല്ലിഖൂന അലൈഹ അസ്ലഹതഹും, ഇവരെന്ത് ചെയ്യും? മുശ്രിക്കീങ്ങളായ ആൾക്കാർ അവരുടെ വാള് ആ മരത്തുമ്പോൾ കൊണ്ടുപോയി തൂക്കും. അപ്പോൾ നബിൻ്റെ ഒപ്പമുള്ള ആൾക്കാർ, അനുയായികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലേ, ഇജ്അൽ ലനാ ദാത്ത അൻവാത്തിൻ കമാലഹും ദാത്തു അൻവാത്ത്, അവർക്ക് ദാത്തു അൻവാത്ത് ഉള്ളതുപോലെ ഞങ്ങൾക്കൊരു ദാത്തു അൻവാത്ത് വേണമെന്ന്. അവരിങ്ങനെ ബറക്കത്തിന് വേണ്ടി കൊണ്ടുവരുന്ന മാതിരി നമുക്കും അങ്ങനത്തൊന്ന് വേണം. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞൊരു മറുപടി എന്താ? സുബ്ഹാനല്ലാഹ്, ഹാദാ കമാ ഖാല ഖൗമു മൂസ, ഇത് മൂസയുടെ അനുയായികൾ പറഞ്ഞ വർത്തമാനം പോലെയുണ്ടല്ലോ. എന്താ മൂസ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ പറഞ്ഞത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് ആ ഇലാഹ് ഉള്ളതുപോലെ ഞങ്ങൾക്കൊരു ഇലാഹിനെ വെച്ച് തരണമെന്ന് മൂസ അലൈഹിസ്സലാമിന്റെ അനുയായികൾ പറഞ്ഞതുപോലുള്ള വർത്തമാനമാണിത്. വല്ലദീ നഫ്സി ബിയദിഹി ലതർകബുന്ന സുന്നത മൻ കാന ഖബ്ലകും, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, അല്ലാഹു തന്നെയാണ് സത്യം, നിങ്ങൾ മുൻഗാമികളുടെ പാത പിൻപറ്റുക തന്നെ ചെയ്യും. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ശിർക്ക് ചെയ്യുന്ന, അതുപോലെ തന്നെ ബിദ്അത്തുകൾ ചെയ്യുന്ന ഈ രംഗത്തേക്ക് ബറക്കത്തിലേക്ക് എത്താൻ പാടില്ല. ഒരൊറ്റ കാര്യമുള്ളൂ, ബറക്കത്ത് കിട്ടുക അള്ളാൻ്റെ അടുത്ത് നിന്നാണ്. അല്ലാതെ നമ്മളെ കയ്യുമ്പോൾ കിട്ടിയ കയറുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആടുമ്മലോ, അല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷിക്കോ, ഏതെങ്കിലും പൈസക്കോ, ആരെങ്കിലും ഊതിയ വെള്ളത്തിനോ, ഇതിനൊന്നും ബറക്കത്തില്ല. ബറക്കത്ത് കിട്ടുക അള്ളാൻ്റെ അടുത്ത്. അള്ളാനോട് നമ്മൾ പ്രാർത്ഥിക്കുക, വിശ്വാസിയാവുക, ജീവിതത്തിൽ തഖ്വ പാലിക്കുക, ഇസ്തിഗ്ഫാർ നടത്തുക, സമയം നല്ല കാര്യത്തിനൊക്കെ ഉപയോഗപ്പെടുത്തുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ബറക്കത്ത് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഖുതുബയിൽ മനസ്സിലാക്കിയത് ബറക്കത്തുമായി ബന്ധപ്പെട്ടതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ടെൻഷനും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹുവിൽ നമ്മൾ പരമേൽപ്പിക്കുക എന്നത് നമ്മുടെ ടെൻഷനൊക്കെ മാറിക്കിട്ടാൻ നല്ലൊരു കാര്യമാണ്. എന്ത് കാര്യവും അള്ളാഹുവിൽ ഏൽപ്പിക്കുക. അള്ളാഹ്ക്ക് ഇഷ്ടമാണ് അങ്ങനെയുള്ള ആൾക്കാരെയാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, തവക്കുലാക്കുന്ന ആളുകളെ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നു എന്നാണ്. നമുക്കൊക്കെ ഓരോ പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഖുതുബയിൽ നമ്മൾ ജുമുഅക്ക് വന്നിരുന്ന ഓരോ പ്രയാസം ഉണ്ടാവും, സാമ്പത്തികമായിട്ട്, കുടുംബപരമായിട്ടൊക്കെ എല്ലാ പ്രയാസങ്ങളിലുള്ള ആൾക്കാരുണ്ടാവും. ഒക്കെ അള്ളാഹിനോട് നമ്മൾ പറയാം. അള്ളാഹുവിനാണ് നമ്മൾ തവക്കുലാക്കേണ്ടത്. അല്ലാതെ വേറെ എവിടെ പോയിട്ടല്ല, ജാറത്തിങ്കിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കോ അല്ല നമ്മൾ പോകേണ്ടത്. മറിച്ച് അള്ളാഹുവിന് നമ്മൾ പരമേൽപ്പിക്കുക എന്നതാണ്. അള്ളാഹ് പറഞ്ഞു, വതവക്കൽ അലൽ ഹയ്യ് അല്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ്റെ മേൽ നിങ്ങൾ തവക്കുലാക്കണം. ഏതെങ്കിലും കോലം കെട്ടും ആളുകൾ, അല്ലേ, വീടുണ്ടാക്കുമ്പോൾ രൂപം ഉണ്ടാക്കി വെക്കും. പഴയ പാൻസ് ഷർട്ടൊക്കെ ഇട്ടിട്ട് രൂപം ഉണ്ടാക്കും. അതിനെ കൊണ്ടൊന്നും ഒരു ഉപദ്രവം തടയാൻ കഴിയില്ല. അള്ളാഹു നമ്മൾ തവക്കുലാക്കുക. അങ്ങനെ തവക്കുലാക്കിയുള്ളൊരു മെച്ചം എന്താ അറിയോ? അള്ളാഹ് പറഞ്ഞു, അള്ളാഹ് ഇഷ്ടപ്പെടും. ഫഇദ അസംത ഫതവക്കൽ അലല്ലാഹ്, നീ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൽ തവക്കുലാക്കണം. എന്ത് കാര്യം അള്ളാഹുവിൽ നമ്മൾ ഏൽപ്പിക്കുക.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖകും കമാ യർസുഖു ത്വയ്ർ തഗ്ദു ഖിമാസ വതറൂഹു ബിതാന. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി, നിങ്ങൾ ഒരാൾ അല്ലാഹുവിൽ ബലമേൽപ്പിക്കേണ്ട മുറപ്രകാരം ബലമേൽപ്പിക്കുകയാണെങ്കിൽ ലറസഖകും, അവൻ നിങ്ങൾക്ക് ആഹാരം നൽകും. കമാ യർസുഖു ത്വയ്ർ, ഒരു പക്ഷിക്ക് ആഹാരം നൽകുന്നത് പോലെ അവൻ നിങ്ങൾക്കും ആഹാരം നൽകും. എങ്ങനെ പക്ഷിക്ക് ആഹാരം നൽകുന്നത്? തഗ്ദു ഖിമാസ, അതതിൻ്റെ കൂട്ടിൽ നിന്ന് വരുന്നത് ഒട്ടിയ വയറുമായിട്ടാണ്. വതറൂഹു ബിതാന, അത് തിരിച്ചു പോകുന്നതാകട്ടെ വയറ് നിറഞ്ഞ അവസ്ഥയിലുമാണ്. ഒരു പക്ഷി അതിൻ്റെ കൂട്ടിൽ നിന്ന് വരുമ്പോൾ അതിനറിയില്ല എനിക്ക് എവിടെ നിന്നാണ് ഭക്ഷണം കിട്ടുക എന്നുള്ളത്. പക്ഷേ തിരിച്ചു പോകുമ്പോൾ അതിന് ഭക്ഷണം കിട്ടുന്നുണ്ട്. ഇതുപോലെ അള്ളാഹു തവക്കുലാക്കി കഴിഞ്ഞാൽ നമ്മളറിയാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. വമയ്യത്തഖില്ല, ആരെങ്കിലും അള്ളാഹു തവക്കുലാക്കിയാൽ അവന് അള്ള മദീനാണ്, അള്ള മതി. അതുകൊണ്ട് ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള ഐക്യൻ്റെ മേൽ തവക്കുലാക്കുക, അതുപോലെ ചരട് കെട്ടുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവുക, ഇതിനൊന്നും നമുക്ക് ഇസ്ലാമിൽ ഒരു അടിസ്ഥാനവുമില്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ അധികരിപ്പിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചതുപോലെ നമ്മൾ ജീവിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഖുതുബയെ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൽ തവക്കുലാക്കിയ ഘട്ടങ്ങളുണ്ട്. തൗർ ഗുഹയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ ശത്രുക്കൾ ഓലെ കാലിൻ്റെ അടിയിലൂടെ നോക്കിയാൽ നമ്മളെ കാണുമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, അള്ളാഹ് ഉണ്ട് എന്നാണ്. മൂസാ നബി അലൈഹിസ്സലാം ചെങ്കടല് കടത്തിയിട്ട് ഇങ്ങനെ അനുയായികളായിട്ട് പോവാൻ നമ്മളപ്പോൾ പിടിക്കുന്നു പറഞ്ഞു. അപ്പോൾ പറഞ്ഞെന്താ? മൂസാ നബി പറഞ്ഞെന്താ? അള്ളാഹ് നമ്മളൊപ്പം ഉണ്ട് എന്നാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഹസ്ബിയല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്ക് അള്ളാഹ് മതി, അവനാണ് ബലമേൽപ്പിക്കുവാൻ ഏറ്റവും നല്ലവൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു രോമത്തിന് പോലും പോറലേൽക്കാതെ രക്ഷപ്പെട്ടു. എന്താ പാഠം? ലോകത്ത് വന്ന അമ്പിയാക്കളൊക്കെ അള്ളാഹുവിനെ തവക്കുലാക്കിയ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അള്ളാഹ് മതി, അവനാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മെ ജനിപ്പിച്ചത്, നമ്മെ മരിപ്പിക്കുന്നവൻ അവനാണ്, നമുക്കുള്ള റിസ്ക് നൽകുന്നവൻ അവനാണ്. അതുകൊണ്ട് അള്ളാഹുവിലായിരിക്കണം നമ്മുടെ തവക്കുല്. അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്നായിരിക്കണം നമ്മൾ ബറക്കത്തിനെ പ്രതീക്ഷിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഒരു ഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റൊരു ഭാഗത്ത് നരകത്തിലേക്കും പറഞ്ഞയക്കുന്ന ഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വർഗ്ഗവിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണത്തിലെയും ജീവിതത്തിലെയും പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അർശിൻ്റെ തണൽ ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. വലത് കൈ ഗ്രന്ഥം ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവെ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും അള്ളാഹുവിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സമ്പത്തിൽ, സമയത്തിൽ, എല്ലാ കാര്യത്തിലും ഈ ബറക്കത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹുവെ നീ നൽകണമേ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. അവരെയും ഞങ്ങളെയും ഈ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്ന്, മാറാവ്യാധികളായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാനും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട മരണം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ ജർനാ മിനൻ നാർ. അല്ലാഹുമ്മ അസ്സിൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദിൽ ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അദാ അദ്ദീൻ. اللهم أصلح أحوال المسلمين في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.